ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. റെഡ് കാർപ്പറ്റ്. Stay tuned for your favorite celebrity. Good evening, Namaskaram and welcome to Easter Special Red Carpet. Yes, ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ഒക്കെ ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ, ഈസ്റ്റർ ആഘോഷത്തിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം കൂടിയുള്ളത് മറ്റാരുമല്ല, സ്വാസികയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ബിക്കോസ് ഈ ഒരു ആഘോഷവേളയില് ഈസ്റ്റർ ദിനത്തിന്റെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനും പുതുപുത്തൻ സിനിമയുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളുമായിട്ടും ഷെയർ ചെയ്യാനുമാണ് ഇന്ന് സ്വാസിക മാം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. സോ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാസിക മാമിനെ റെഡ് കാർപ്പറ്റിലേക്ക്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. എന്തൊക്കെയാണ് ഈസ്റ്റർ വിശേഷങ്ങൾ? അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഈസ്റ്റർ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിലായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പം ഷൂട്ടിന്റെ ലൊക്കേഷനിലാണ്, അതുകൊണ്ട് ഈസ്റ്റർ ഈ വർഷം ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അങ്ങനെയൊക്കെ അങ്ങ് പോവാണ്. അപ്പൊ എന്തായാലും ഈസ്റ്റർ വിശേഷങ്ങൾ കൂടുതലായിട്ട് കേൾക്കുന്നതിന് മുൻപ് എനിക്ക് മാമിനോട് ഒരു കാര്യം ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പൊ നമുക്കറിയാം മാമിന്റെ ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിലുള്ള ജേർണി എന്ന് പറയുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്കിപ്പോൾ സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസും അതുപോലെ തന്നെ ഒരുപാട് ഡിഫറൻസും ഒക്കെ ഈ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ മാം അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, ഹൗ ഡു യു ഫീൽ ദ ഇൻഡസ്ട്രി ഹാസ് ചേഞ്ച്ഡ്, എസ്പെഷ്യലി നമ്മുടെ വുമൺ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ളൊരു ചേഞ്ച് എന്തായിട്ടാണ് തോന്നുന്നത്? മലയാളം മൂവി ഇൻഡസ്ട്രിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, സിനിമകളുടെ രീതികൾക്കാണെങ്കിലും അത് എടുക്കുന്ന രീതിക്കാണെങ്കിലും കഥ പറയുന്ന രീതികൾക്കാണെങ്കിലും ഒക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ വുമൻ ഇത് പറയാൻ അതെനിക്ക് അങ്ങനെ എന്താ പറയാ, ആദ്യമേ മുതൽ, അതായത് എത്രയോ വർഷം മുമ്പ് മുതലേ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള നല്ല നല്ല സിനിമകൾ നമ്മുടെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ആക്ച്വലി മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സിനിമകൾ വന്നിട്ടുള്ളത്. പണ്ട് ശാരദാമ്മ, ഷീലാമ്മ മുതല് ഇങ്ങോട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എന്താ പുതിയ കുട്ടികൾക്ക് വരെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മലയാള സിനിമ എപ്പോഴും ആ ഒരു കാര്യത്തില് അന്നും ഇന്നും മികച്ചതായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതൽ ഈ ഒരു യാത്രയെ പറ്റി അല്ലെങ്കിൽ മൂവി ഇൻഡസ്ട്രിയിലുള്ള യാത്രയെ പറ്റി ചോദിക്കുമ്പോൾ നമുക്കറിയാം, ടെലിവിഷനിലായാലും അതുപോലെ തന്നെ ബിഗ് സ്ക്രീനിലായാലും ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ് സ്വാസിക എന്ന് പറയുന്നത്. അപ്പോൾ മാമിന്റെ കരിയറിലെ ആ ഒരു ടേണിംഗ് പോയിന്റ് മൊമെന്റ് ഏതായിട്ടാണ് മാമിന് തോന്നിയിട്ടുള്ളത്? എനിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള തോന്നലോ? അതെ, ബേസിക്കലി നമുക്ക് ഒരു ചെറിയ പ്രായം മുതൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒരു സിനിമ അഭിനയിക്കണം, അല്ലെങ്കിൽ ഒരു നടിയാവണം, അഭിനേത്രി ആവണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം വളരെ ചെറിയ പ്രായത്തിൽ വന്നു. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ആ ഒരു ജോലി തന്നെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളി ഫോക്കസ് ചെയ്തത് പഠിത്ത കാര്യങ്ങളിലൊന്നും അല്ല. കൂടുതലും ചെയ്തിരുന്നത് ഇങ്ങനത്തെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് അന്ന് മുതലേ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നേ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് വേറെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേറെ ജോലി ചെയ്യാം, ഇതില്ലെങ്കിൽ അത് എന്നുള്ള രീതിയിൽ ജോലി ചെയ്ത് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല. അപ്പൊ എങ്ങനെ വന്നാലും, എത്ര സ്ട്രഗിൾ ചെയ്താലും, എന്തൊക്കെ ഫെയിലിയേഴ്സ് വന്നാലും ഞാൻ ഫൈനലി ഈ ഒരു മേഖലയിൽ തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് എന്താ പറയാ, അഭിനയമാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും മൂവി ആണെങ്കിലും ആങ്കറിംഗ് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഈ ഒരു എന്റർടൈൻമെന്റ് മേഖലയിൽ നിൽക്കും എന്നുള്ളതൊരു, അല്ലെങ്കിൽ നിന്നേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ ജേർണിയിൽ ഉണ്ടാവുന്ന പല പല ഇഷ്യൂസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതൊക്കെ നമ്മള് എന്താ പറയാ, തരണം ചെയ്ത് മുന്നോട്ട് പോവാ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തതിന്റെ ഇടയിൽ മാമിന് വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതായിരുന്നു? ഇപ്പൊ മലയാളത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ചതുരം സിനിമയിലെ ക്യാരക്ടറാണ്. കാരണം അത് എന്നെ സംബന്ധിച്ച് ഒരു പുതിയ അറ്റംപ്റ്റ് ആയിരുന്നു. അത് ഞാൻ ഡെലിബറേറ്റ്ലി ചെയ്തൊരു സംഭവമായിരുന്നു. സ്ഥിരമായിട്ട് കാണുന്ന ഇതിൽ നിന്ന് കുറച്ച് മാറ്റം വന്ന് ഞാൻ തന്നെ എനിക്ക് കൊടുത്തൊരു ചലഞ്ച്, അല്ലെങ്കിൽ ഞാൻ തന്നെ പ്രസന്റ് ചെയ്തത് വേറൊരു രീതിയിൽ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തൊരു സംഭവമായിരുന്നു. അത് നന്നായിട്ട് വർക്കായി. അപ്പൊ അതുകൊണ്ട് അതൊരു ചലഞ്ചിങ് ക്യാരക്ടറായിരുന്നു. എനിക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ തുടക്കത്തിൽ അതൊരു എന്താ പറയാ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം വൺസ് മൂവി ഇറങ്ങിയതിനു ശേഷം നല്ല നല്ല അപ്രിസിയേഷൻസ് എല്ലായിടത്തുനിന്നും കിട്ടി. അപ്പൊ അതുകൊണ്ട് ഹാപ്പിയാണ്. ആ ഒരു എൻഡ് റിസൾട്ട് നല്ലതായതുകൊണ്ട്. യെസ്, അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും ഞെട്ടിച്ച ഒരു കഥാപാത്രമായിരുന്നു ലബർ പന്തിലെ. ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ലബർ പന്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മൂവിയും അതിന്റെ ഒരു ജേർണിയൊക്കെ എങ്ങനെയായിരുന്നു മാം? ആ മൂവി ഞാൻ കുറെ നാളായിട്ട് തമിഴ് എന്തെങ്കിലും നല്ലത് ചെയ്യണം അങ്ങനെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരു
ഒരു മൂവിയും തമിഴ് ചെയ്യാതെ ഇങ്ങനെ കുറെ വർഷമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത സമയത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊരു കോൾ വന്നതാണ്. ഇങ്ങനെ വന്നപ്പോ അതിന്റെ തീം നല്ലതായിരുന്നു, കഥ കേട്ടപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടു. അപ്പം ആകെ പ്രശ്നം ഈ അമ്മ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ വൺസ് എനിക്ക് സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ ചുമ്മാ വന്നു പോകുന്ന ഒരു അമ്മ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏജ് ഒരു സെക്കൻഡറി തോട്ട് വെക്കാമെന്ന ഒരു ഡിമാൻഡ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതിന്റെ മുഴുനീളം ആ സിനിമയുടെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് ഈ ക്യാരക്ടറാണ് എന്നെനിക്ക് മനസ്സിലായ ആ മൊമെന്റിൽ ഞാനത് ഓക്കെ പറയായിരുന്നു. അപ്പൊ അതിന്റെ ഡയറക്ടർ പുതിയ ആളാണെങ്കിലും പ്രൊഡക്ഷൻ ഹൗസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയതായിരുന്നു. അതിൽ ആക്ടേഴ്സ് എല്ലാവരും വെൽ നോൺ ആയിട്ടുള്ള തമിഴ് ഇൻഡസ്ട്രിക്ക് വെൽ നോൺ ആയിട്ടുള്ള ആക്ടർ ആയിരുന്നു രണ്ടുപേരും ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും DOP ആണെങ്കിലും എല്ലാ രീതിയിലും നല്ലൊരു ടീമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊരു റീ എൻട്രി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ നല്ലൊരു ടീമിന്റെ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തൊരു തീരുമാനമായിരുന്നു. അതും ഫൈനലി നമ്മളെടുത്ത ഡിസിഷൻ തെറ്റിയില്ല, നല്ല റിസൾട്ട് ആയിരുന്നു. ഇപ്രാവശ്യത്തെ ഈസ്റ്റർ ഇങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ആയി പോയിട്ടുണ്ട് എന്ന് മാം പറയുകയുണ്ടായി. പക്ഷെ എങ്ങനെയാണ്, ഹൗ ഡു യു യൂഷ്വലി സെലിബ്രേറ്റ് ഈസ്റ്റർ? അങ്ങനെ ഒരു സ്പെഷ്യൽ മെമ്മറീസ് അങ്ങനെ അതായത് ഇപ്പം ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഈസ്റ്റർ എന്ന് പറയുന്നത് എന്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഫാമിലിയിലൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അതൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് വിഷു ഈസ്റ്റർ ഒക്കെ ഏകദേശം സെയിം ടൈമിലാണ് വരുന്നതല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം വിഷുവിന് എന്റെ ഫ്രണ്ട്സും അവരെല്ലാവരും സ്കൂൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കോളേജിലൊക്കെ ഉള്ളപ്പോൾ അവരെല്ലാവരും വീട്ടിലേക്ക് വരും. അതേപോലെ തന്നെ ഈസ്റ്റർ ആകുമ്പോൾ ക്രിസ്ത്യൻസ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ വീട്ടിൽ പോകും. അപ്പൊ അവരുടെ അമ്മമാര് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റേ ഒരു വലിയൊരു അപ്പം പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മാത്രമാണോ ഉള്ളോന്ന് അറിയില്ല. അത് കുറച്ച് കട്ടിയായിരിക്കും അത് കഴിക്കുമ്പോൾ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതല്ല. അപ്പൊ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അത് ഈസ്റ്ററിന് വിളമ്പുന്ന ഒരു ഡിഷാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങള് വിഷു ആവുമ്പോൾ ഫുള്ള് നോൺ വെജ് ഇല്ലാത്ത വെജ് മാത്രമായിരിക്കും. അപ്പം കുറച്ച് ദിവസമായിട്ട് വെജ് നമ്മൾ കഴിയുക. അപ്പൊ ഈസ്റ്ററിന്റെ സമയത്ത് അധികം നോൺ വെജ് കഴിക്കുക, പുതിയ ഇങ്ങനെ മധുര പലഹാരങ്ങള്, വട്ടയപ്പം, പാല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ അമ്മമാരും അവിടെ ഉണ്ടാവുന്ന അമ്മൂമ്മമാരൊക്കെ തരുന്ന അങ്ങനത്തെ കുറച്ച് ഓർമ്മകളാണ് ഉള്ളത്. പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു പള്ളിയും അതൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് പള്ളിയിൽ നിന്ന് നല്ല ഈസ്റ്റർ കഞ്ഞി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും. അപ്പം അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഓർമ്മയിൽ നിൽക്കുന്നത്. പിന്നെ എനിക്ക് അറിയില്ല, അങ്ങനെ ഈസ്റ്ററിന് ഭയങ്കരമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ, അങ്ങനെ ഇപ്പൊ ക്രിസ്മസ് അങ്ങനത്തെ പോലത്തെ ഒരു വലിയൊരു സെലിബ്രേഷൻ ഉള്ള ഒരു ഇതല്ലല്ലോ ഈസ്റ്റർ. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് നോയമ്പ് 50 ദിവസത്തെ നോയമ്പ് കഴിഞ്ഞിട്ട് ആ ഒരു സംഭവം എല്ലാവരും ആ ഒറ്റ ദിവസം ആഘോഷിക്കുന്നു, അങ്ങനെ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതല്ലാതെ കരോള് അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മൾ പുൽക്കൂട് ഒരുക്കുക അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഈസ്റ്ററിന്. എനിക്കറിയില്ല, തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ബേസിക്കലി 50 ദിവസത്തെ നോയമ്പ് കഴിഞ്ഞിട്ട് ഈസ്റ്ററിന് എല്ലാവരും ഒത്തുകൂടുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പൊ അത് എല്ലാ നാട്ടിലും സെയിം ആണെന്നാണ് തോന്നുന്നത്. സോ മാം, ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിക്കുകയാണ്, ഈ ഒരു ആക്ടിംഗ് കരിയർ ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നായിരുന്നു? സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഓഫർ ഇങ്ങനെ വന്നു ഒരു സിനിമ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 8ാം ക്ലാസ് മുതൽ എന്റെ മനസ്സിലൊരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അപ്പൊ ഒരു അവസരം വന്നപ്പോൾ ഞാൻ അതൊരു ട്രൈ ചെയ്തു. അങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് നിർമ്മലയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ മൂവീസിലൊക്കെ ട്രൈ ചെയ്തത്. അങ്ങനെ ട്രൈ ചെയ്തു, മൂവി കിട്ടി. പക്ഷെ ആ മൂവി സക്സസ് ആയില്ല. പിന്നെ അടുത്ത മൂവി ട്രൈ ചെയ്തു. അങ്ങനെ പല ഓഡിഷൻസ്, പല ഡയറക്ടേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്തു, ഓഡിഷൻ ചെയ്തു. അങ്ങനെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിരുന്നു, ഡ്രൈ ആയിരുന്നു, ഒരുപാട് സ്ട്രഗ്ലിംഗ് ആയിരുന്നു, എല്ലാം ആയിരുന്നു. വൺസ് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ വേറൊരു മാറ്റം വന്നു തുടങ്ങിയതൊക്കെ. പതുക്കെയാണ്. എന്റെ ജേർണി വളരെ സ്ലോ പ്രോസസ് ആയിരുന്നു. അപ്പൊ ആ ഒരു ജേർണിയിലെ ഏറ്റവും ബിഗസ്റ്റ് സപ്പോർട്ടായിട്ട് കണ്ടിട്ടുള്ള ഒരാൾ ആരായിരുന്നു? അഫ്കോഴ്സ് അമ്മ തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം, അതായത് നമ്മളിപ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ എല്ലാ അമ്മമാരും പറയുന്ന പോലെ എന്റെ അമ്മ പറഞ്ഞില്ല. എന്റെ അമ്മ പറഞ്ഞു, ആണോ അങ്ങനെയാണോ ആഗ്രഹം, ഡെഫിനറ്റ്ലി നമുക്ക് ട്രൈ ചെയ്യാം എന്നാ പറഞ്ഞത്. അല്ലാതെ അയ്യോ അത് വേണ്ട, സിനിമ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പൊ അതിലേ തന്നെ ഒരു പോസിറ്റീവായിട്ട് എന്റെ ആ ഡ്രീമിനെ സ്വീകരിച്ച് നടക്കോ നടക്കില്ല ഒന്നും അമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാനിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് എന്താണ് അതിന് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ പേപ്പറിലൊക്കെ ന്യൂസ് കാണുമ്പോൾ, ഓഡിഷൻസ് ഒക്കെ കാണുമ്പോൾ അത് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് എന്റെ ഫോട്ടോ ഒക്കെ, ഞാൻ സ്കൂളിൽ പോവും, അമ്മയാണ് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അയക്കുക. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യം മുതൽ അമ്മ തന്നെയാണ് ഒരു വലിയൊരു സപ്പോർട്ടായിട്ട്. ഇവൻ ഇപ്പം ഈ ലാസ്റ്റ് എന്റെ ഈ 30ാമത്തെ വയസ്സ് വരെ അമ്മയാണ് ലൊക്കേഷനിലൊക്കെ കൂടെ വന്നുകൊണ്ടിരുന്നത്, എല്ലാം ചെയ്തത്. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മ വരൽ അങ്ങനെ കുറച്ചത്. അതുവരെ അമ്മ തന്നെയായിരുന്നു
എപ്പോഴും വരുന്നുണ്ട്. അപ്പൊ മാം നേരത്തെ പറയുകയുണ്ടായി ചതുരത്തിലെ റോള് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന്. അതുപോലെ തന്നെ ലബർ പന്തിൽ ഒരുപാട് അപ്രിസിയേഷൻസ് നമുക്ക് അൺഎക്സ്പെക്ടഡ്ലി കിട്ടിയിട്ടുള്ള ഒരു റോള് കൂടിയായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിലെ ജേർണിയിൽ നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാൽ പോലും നമ്മൾ ഒരു റോള് ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ, ഒരു ഡ്രീം റോള് നമ്മൾ ആക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെ ഒരു റോള് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഏതായിരിക്കും മാം ചൂസ് ചെയ്യാൻ പോകുന്നത്? എനിക്കിങ്ങനെ ഒരു എന്താ പറയാ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമാണ്. അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി, അങ്ങനെ ഒരു മൂവി, ഹിസ്റ്റോറിക്കൽ ഒരു മൂവി, അതിൽ നമ്മളൊരു ക്യാരക്ടർ, ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ, എനിക്കിങ്ങനെ കണ്ണകി അങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണ്. കണ്ണകിയൊക്കെ ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. ഓക്കെ, അപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ ചെയ്യാനായിട്ട് മാമിനൊരു അവസരം പെട്ടെന്ന് തന്നെ ലഭിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. ഈ ഒരു ജേർണി എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു ജേർണി അല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അപ്പം ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ടഫ് ടൈമിലൊക്കെ പോസിറ്റീവായിട്ട് ഇരിക്കാനും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനും മാമിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുറമേ നിന്നുള്ള ഫാക്ടേഴ്സ് അങ്ങനെ ഒന്നും ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ തന്നെ ഡൗൺ ആവും, ഡിപ്രഷൻ ആവും, അതിനുശേഷം നമ്മൾ തന്നെ അത് ഓവർകം ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വേറൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേറൊരു ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാം എന്ന് പറഞ്ഞത് എനിക്കൊരു ഓപ്ഷൻ ഇല്ല. അപ്പം രണ്ടാമതൊരു ചോയ്സ് ഇല്ലാത്ത ഒരാൾക്ക് എന്തായിരിക്കും, എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അങ്ങനെ ചെയ്യേ പറ്റില്ല, നന്നാവും, അങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മൾ തന്നെ ഡ്രീം കാണുക, ഭയങ്കരമായിട്ട് ഡ്രീംസ് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ പുറമേ നിന്നുള്ളൊരു ഫാക്ടർ ഒന്നും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിട്ടില്ല. എനിക്കങ്ങനെ പൊതുവെ ഞാൻ ഈ ഒരു മേഖലയിൽ വന്നിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും അങ്ങനെ ഗിവ് അപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പം ഡെഫിനറ്റ്ലി വൺ ഡേ അത് സംഭവിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം. വളരെ എളുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ഒരു പൊസിഷൻ അല്ല ഇപ്പോൾ ഉള്ളതെന്ന് മാം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആസ്പയറിംഗ് ആയിട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് യങ് കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിലേക്ക് വരാനും ആക്ടർ ആവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ, അവരോട് മാമിന് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗിവ് അപ്പ് ചെയ്യാം. അതായത് പെട്ടെന്ന് ഒരു ഫെയിലിയർ ഒക്കെ ചില ആൾക്കാർക്ക് മാത്രമാണ് പെട്ടെന്ന് ഒരു വെള്ളിയാഴ്ചയിൽ തന്നെ തലവര മാറുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമ കൊണ്ട് തലവര മാറുന്നത് വളരെ കുറച്ച് പേർക്കുള്ളൂ. ബാക്കി കുറെ പേർക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പം പെട്ടെന്ന് എല്ലാം കിട്ടണം എന്ന് ആഗ്രഹിക്കാതെ വളരെ ക്ഷമയോടുകൂടി നമ്മളുടെ പാഷൻ, ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുക, നിറയെ ഡ്രീം ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുക, ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുക, വർക്ക് ചെയ്യുക, ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. എന്ത് പ്രശ്നം വന്നാലും ഇതിൽ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ഇതിൽ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്നൊരു റിസൾട്ട് ആഗ്രഹിച്ച് ആരും സിനിമ ഇൻഡസ്ട്രിയിൽ വരരുത്. അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണോ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അറിയാത്തതുകൊണ്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഈസ്റ്റർ ഈവനിങ്ങിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് സ്വാസിക മാം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനോട് ഈ ഒരു ഈസ്റ്റർ ഈവനിങ്ങിൽ എന്താണ് പറയാനായിട്ടുള്ളത്? ഈസ്റ്റർ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ, എല്ലാം നമ്മള് എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് സൈഡ് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഞാൻ എന്റെ ഇത് പറയാണ്, എനിക്ക് കുറച്ച് ദൈവവിശ്വാസമൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ദൈവത്തോട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, താങ്ക്ഫുൾ ആയിരിക്കുക. അങ്ങനെ നമ്മളുടെ ലൈഫ് കുറച്ച് എന്താ പറയുക ഡിവൈൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വാട്ടെവർ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് മാം, ഇത്രയും നേരം നമ്മളുടെ കൂടെ ഈസ്റ്റർ വിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്തതിന് വൺസ് അഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈസ്റ്റർ ആശംസകൾ ആശ്രയ FM ഫാമിലിയുടെ ഭാഗത്ത് നിന്നും പറയുകയാണ്. ഹാപ്പി ഈസ്റ്റർ ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാപ്പി ഈസ്റ്റർ ടു ഓൾ. താങ്ക് യു.